കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും ഇങ്ങനെ പക്ഷപാതപരമായി റിപ്പോർട്ട് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയായിരിക്കുമോ അതോ ഭയമാണ്? ഭയത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു വർഗമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഭയം, ഭയം, നന്നായിട്ട് ഭയപ്പെടുത്തുന്നവരോട് അവർ വളരെ അപ്പീസിങ് ആയിട്ട് പെരുമാറും. കടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കടിക്കില്ല എന്നുള്ളവരോട് അവർ വളരെ വയലൻ്റ് ആയിട്ടും പെരുമാറും. കേരളത്തിലെ മാധ്യമത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരും വായിച്ചവരും അറിഞ്ഞിരിക്കുന്നവരും ഒരു 99% ഒരു അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ദേ ആർ ഓൾവേസ് ഡിക്റ്റേറ്റഡ് ബൈ ദീസ് തിങ്സ്. അവരൊക്കെ ഭയം എന്ന് മാത്രം വായിച്ചാൽ, ഭയം എല്ലാവർക്കും ഉണ്ട്, ആ ലെവലൊന്നും അല്ല. വളരെ കഷ്ടമാണ്. പിന്നെ സാംസ്കാരിക നായകന്മാരുടെ കാര്യത്തിൽ പറയുന്നത്, അവർ അക്രമികളെ അവർക്ക് ഭയമാണ്, പ്രഹരശേഷിയുള്ളവരെ ഭയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ നല്ലൊരു പങ്ക് സോക്കോൾഡ് കൾച്ചറൽ ബുദ്ധി മാധ്യമ ടീമുകളെല്ലാം ഈ ഇസ്ലാമോ ലെഫ്റ്റ് ആയിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. ബിക്കോസ് ദേ ആർ വയലന്റ്, ദേ വിൽ അൺലീഷ് വയലൻസ്. താങ്ങാൻ പറ്റില്ല പല രീതിയിൽ. സൈബർ ലിഞ്ചിങ് ആയിരിക്കാം, നേരെ ലിഞ്ചിങ് ആയിരിക്കാം, എല്ലാ തരത്തിലും അക്രമം കണ്ട് ഭയപ്പെട്ടാണ് അവരുടെ, ബിക്കോസ് ദെയർ തിയറീസും അവരുടെ നിലപാടുകളെല്ലാം തന്നെ ഭയത്തിൽ നിന്നുണ്ടാകുന്നത്. അവരെ ഭയപ്പെടുത്താത്തവരാണെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ യഥാർത്ഥ വന്യത അവർ കാണിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെയുള്ളവരെയാണ് കണ്ടിട്ടുള്ളത്. 99.9 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അപൂർവം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അവരെ കുറ്റപ്പെടുത്തില്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടില്ലായിരുന്നു. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്താറില്ല. അത് അവരുടെ ഒരു ഗതികേട് കൊണ്ട് അവർ സ്വീകരിക്കുന്നു ഒരു നിലപാടാണ്. മനുഷ്യനാണ്, ഭയം ഉണ്ടാവും, അവനവൻ്റെ സാധ്യതകൾ, അവനവൻ്റെ അംഗീകാരം, ഇതൊക്കെ എല്ലാവരും നോക്കുന്ന സ്വന്തം ഇൻട്രസ്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ആർ ഡിക്റ്റേറ്റഡ് ബൈ ദ സിസ്റ്റംസ്, ദ കണ്ടീഷൻസ്. അവർക്ക് അവരുടെ തീരുമാനവും ഇഷ്ടങ്ങളും പറയാനും ഒന്നും പറ്റില്ല. ചില കാര്യങ്ങളിലൊക്കെ പറയാൻ പറ്റും, ചില കാര്യങ്ങൾ ഇപ്പോൾ ഐസ്ക്രീം ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാനിലയാണോ അല്ലെങ്കിൽ മറ്റേതാണോ എന്നൊക്കെ പറയാൻ പറ്റും. അതേപോലെ നിങ്ങൾ നിരീശ്വരവാദിയാണ്, ഞാൻ എല്ലാം യുക്തിയോടെ കാണുന്ന ആളാണ് എന്നൊക്കെ പറയുന്നില്ല. അതേപോലൊക്കെ തന്നെയാണ് ഈ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ, രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ ആദ്യം മതം ഏതാ, ജാതി ഏതാ, പാർട്ടി ഏതാന്ന് നോക്കുന്നു, എന്നിട്ട് അഭിപ്രായം പറയുന്നു. അക്രമികളുടെ അല്ലെ അക്രമാസക്തരായിട്ടുള്ളവരുടെ, പ്രഹരശേഷിയുള്ളവരുടെ കൂടെ നിൽക്കുന്നു. അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ വരുമ്പം നിശബ്ദത പാലിക്കുന്നു അല്ലെങ്കിൽ വഴുതി പോകുന്നു. ഇതൊക്കെ മിക്കവാറും ആളുകൾ ചെയ്യുന്നുണ്ട്. ഭയമാണെന്ന് ചോദിച്ചാൽ ഞാനതിനെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതാണോ എന്നുള്ളതിനകത്തൊരു സംശയത്തിൻ്റെ ഇത് തന്നെ ഇല്ല.